എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 4ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആന്റി കാസ്റ്റ് മൂവ്മെന്റ്, ജ്യോതിബ ഫൂലെ, നാരായണ ഗുരു, അയ്യങ്കാളി. 3 ആൾക്കാരെ കുറിച്ച്, ജ്യോതിബ ഫൂലെ, ശ്രീ നാരായണ ഗുരു ആൻഡ് മഹാത്മാ അയ്യങ്കാളി, ഇവർ 3 പേരെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ, ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 3 പേരും കാസ്റ്റിസത്തിനെതിരെ, ജാതീയതയ്ക്കെതിരെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള 3 വ്യക്തികളാണെന്ന് നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ജ്യോതിബ ഫൂലെ പറഞ്ഞ മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ജാതി മേധാവിത്വം അല്ലെങ്കിൽ ബ്രാഹ്മൺസിന്റെ ജാതി മേധാവിത്വത്തിന്റെ ദുഷ്ഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ജ്യോതിബ ഫൂലെയൊക്കെ. അപ്പൊ ജ്യോതിബ ഫൂലെ അതുകൊണ്ട് തന്നെ സമൂഹത്തില് ബ്രാഹ്മൺസിനുള്ള ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കർഷകരുടെ അവകാശങ്ങൾ, മറ്റ് സോക്കോൾ ലോവർ കാസ്റ്റുകളുടെ അവകാശങ്ങൾ, ഇതൊക്കെ അദ്ദേഹം പ്രധാനമായിട്ടും എടുത്തിട്ടിരുന്നു. പിന്നെ മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായിരുന്നു അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കേണ്ട ആവശ്യകതയെ പറ്റിയിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ജ്യോതിബ ഫൂലെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ഓർഫണേജ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഹിന്ദു ടു സ്റ്റാർട്ട് ആൻ ഓർഫണേജ് ഫോർ ദി അൺഫോർച്ചുനേറ്റ് ചിൽഡ്രൻ. അതായത് നിസ്സംഗരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, നിസ്സംഗരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഓർഫണേജ് തുടങ്ങുന്ന ആദ്യത്തെ ഹിന്ദു എന്ന് പറയുന്ന ഇദ്ദേഹമായിരുന്നു. കാരണം ക്രിസ്ത്യൻ മിഷണറിയുടെ കീഴിലൊക്കെ ഒരുപാട് ഓർഫണേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ഒരാള് ഇത്തരം ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത് ആദ്യമായിട്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അൺടച്ചബിൾസിനായിട്ട്, ഒത്തുകൂടാത്തവർക്കായിട്ട് ഒരു വിദ്യാലയം തുടങ്ങുന്നതും ആദ്യമായിട്ട് ഇദ്ദേഹമായിരുന്നു. ഫസ്റ്റ് സ്കൂൾ ഫോർ അൺടച്ചബിൾസ് പൂനെയിലാണ് തുടങ്ങുന്നത്. 1852 തുടങ്ങുന്നത്. പിന്നെ ഇദ്ദേഹം തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് സത്യശോധക് സമാജ്. അതായത് 1870 ഈ ബ്രാഹ്മണിക്കൽ ഹൈറാർക്കിക്കെതിരെയാണ് ഇദ്ദേഹം ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ബ്രാഹ്മൺസ് അല്ലാത്തവർക്കും ഒരു എന്താ പറയുക, സെൽഫ് റെസ്പെക്ട് അഥവാ സ്വയം ഒരു അംഗീകാരമെല്ലാം വേണം എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. കുട്ടികളുടെ വിവാഹത്തിന്, ശൈശവ വിവാഹത്തിന് ഇദ്ദേഹം എതിർക്കുകയും അതുപോലെ തന്നെ വിധവകളെ പുനർവിവാഹം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു സാവിത്രിബായി ഫൂലെ. ഇവരും ഒരുപാട് പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. സ്ത്രീകളുടെ, കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിനായിട്ടും വിഡോസിന്റെ റീമാരേജിനായിട്ടൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു. ജ്യോതിബ ഫൂലെ ഈ വിധവകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഓർഫനേജുകളും വീടുകളും എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജ്യോതിബ ഫൂലെയുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഗുലംഗിരി എന്നുള്ളത്. ഗുലംഗിരി അഥവാ സ്ലേവറി എന്നുള്ള ഒരു വർക്ക് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ജ്യോതിബ ഫൂലെയെ കുറിച്ച് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് ശ്രീനാരായണ ഗുരു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു റിഫോമർ ആണ്. ഒരു നവോത്ഥാന നായകനായിട്ടൊക്കെ കണക്കാക്കുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. ഇതേപോലെ അദ്ദേഹം ഒരു ഈഴവ വിഭാഗത്തിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജാതി വ്യവസ്ഥയുടെ ഭീകരാവസ്ഥകൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. പിന്നീട് അദ്ദേഹം ഒരു ചിന്തകനോ എഴുത്തുകാരനോ അങ്ങനെ ഒരുപാട് മേഖലകളിൽ വന്നിട്ടൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഈ ഇത്തരത്തില് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവർക്ക്, ഡിപ്രസ്ഡ് ക്ലാസസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, SNDP എന്നറിയുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. അദ്ദേഹം ഡിപ്രസ് ക്ലാസിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു കാസ്റ്റിസത്തിനെതിരെയായിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അരുവിപുരം ശിവപ്രതിഷ്ഠ എന്നറിയപ്പെടുന്നതാണ്.
അതായത് ആ കാലഘട്ടത്തില് ഹിന്ദു വിഭാഗത്തിൽ തന്നെ നമ്പൂതിരിമാർക്ക് അതിനുശേഷം നായന്മാർക്ക് ഈ രണ്ട് വിഭാഗങ്ങൾക്ക് മാത്രമാണ് വിഗ്രഹാരാധനയ്ക്കുള്ള അവകാശമെല്ലാം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പ്രവേശിക്കാനുള്ള അവകാശമെല്ലാം ഉണ്ടായിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടൊക്കെയാണ് ശ്രീനാരായണ ഗുരു അടക്കമുള്ളവർ രംഗത്തേക്ക് വരുന്നത്. അപ്പം അരൂപുരത്ത് ശ്രീനാരായണ ഗുരു ഒരു വിഗ്രഹം സ്ഥാപിക്കുകയാണ് 1888. ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രവർത്തകനായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. ഈ അരൂപുരത്ത് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ഇതുപോലെ ശിവനെ ദൈവത്തിന്റെ ഒരു വിഗ്രഹം നാട്ടുകയും അതിനെ വർഷിപ്പിക്കാനുള്ള അവകാശം എല്ലാവർക്കും നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ആരാധന എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരം ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേവലം ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമല്ല ആരാധനയ്ക്കുള്ള അവകാശമുള്ളത് എന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തില് വിഗ്രഹ പ്രതിഷ്ഠകൾ നടത്തുകയും ആരാധിക്കാൻ അനുവാദം എല്ലാവർക്കും തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അരൂപുരം പ്രതിഷ്ഠ നടക്കുന്നത് 1888 1888 അരൂപുരം പ്രതിഷ്ഠ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളായിരുന്നു എല്ലാവരും ഒന്നാണെന്നുള്ളത്, വൺനെസ് ഇൻ ഹ്യൂമാനിറ്റി, മനുഷ്യനെല്ലാം ഒന്നാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു തത്വമായിരുന്നു. ദെൻ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു ജാതി ഒരു ദൈവം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊന്നെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസവും വെൽത്തും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. വിദ്യയിലൂടെ സമ്പന്നരാകുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിദ്യയിലൂടെ സമ്പന്നരാകുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ പിന്നെ മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് മദ്യം വിൽക്കരുത്, വാങ്ങരുത്, കുടിക്കരുത്, അങ്ങനെ പറയുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ കേരളത്തിൽ അന്ന് ഒരു പരമ്പരാഗത തൊഴിൽ വ്യവസ്ഥിതി നിലനിന്നിരുന്നു. ഓരോ ജാതികൾക്കും ഓരോ തൊഴിൽ, അങ്ങനെ ഒരു സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് വേറൊരു തൊഴിൽ ചെയ്യാനുള്ള അവകാശം ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് രംഗത്തേക്ക് വന്നത്. അന്ന് ഈഴവ വിഭാഗത്തിന്റെ ഒരു പ്രധാന തൊഴിലായിരുന്നു തെങ്ങ് കയറ്റവും കള്ള് ചെത്തലും. അപ്പോ ശ്രീനാരായണ ഗുരു പറയുന്നത് നിങ്ങളുടെ കുലത്തൊഴിലുകൾ മാത്രം നിങ്ങൾ ചെയ്യരുത് എന്നാണ്. അതായത് ആ തൊഴിലും ചെയ്യാം, പക്ഷെ മറ്റു തൊഴിലുകളും കൂടെ ചെയ്യണം. അതായത് കുലത്തൊഴിലുകൾ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് ഈ ജാതീയത പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുലത്തൊഴിലുകൾ ഒതുങ്ങി നിൽക്കാതെ നിങ്ങൾ വിദ്യാഭ്യാസം നേടുക, അതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കള്ളു ചെത്തരുത്, കുടിക്കരുത്, വാങ്ങരുത് എന്നൊക്കെ അദ്ദേഹം പറയാൻ കാരണമായത്. പക്ഷെ പിന്നീട് വന്ന പലതിലും കാരണം ശ്രീനാരായണ ഗുരു മദ്യത്തിന് എതിരായിട്ടാണ് പറയുന്നത് എന്നൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതിന് ഒരുപാട് കോൺട്രവേഴ്സി തർക്കങ്ങളുണ്ട്. മദ്യത്തിനെതിരായിട്ടാണോ പറയുന്നത്, അതോ അദ്ദേഹം ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി കുലത്തൊഴിലുകൾ ചെയ്യരുതെന്നാണോ പറയുന്നത് എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷൻ. കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത് കുലത്തൊഴിലുകൾ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കള്ള് ചെത്തരുത് എന്നൊക്കെ ഉള്ളതിലേക്ക് വന്നരുത് പറയാം. അപ്പൊ അത്തരത്തിൽ കുലത്തൊഴിലുകൾ ചെയ്യുന്നതിന് അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുവിദ്യാലയങ്ങളിൽ എല്ലാവർക്കും അഡ്മിഷൻ വേണം, അമ്പലങ്ങളിൽ പ്രവേശനം വേണം, പിന്നെ പൊതുവഴികൾ തുറന്നു കൊടുക്കണം എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രത്യേക ജാതിക്കാർക്ക് വേണ്ടി മാത്രമല്ല വഴികളുള്ളത്, പൊതു കിണറുകള്, പന്തി ഭോജനം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് പൽപ്പുവും കുമാരനാശാനും ഒക്കെ. ഡോക്ടർ പൽപ്പുവും കുമാരനാശാനൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ അതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. കുറെ ഉണ്ട് കേട്ടോ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, നമുക്ക് അത്യാവശ്യം വേണ്ട മാത്രം പറയുന്നതേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വർക്ക് സാൻസ്ക്രിറ്റ്, മലയാളം, തമിഴ്, ഇതിലൊക്കെ അദ്ദേഹത്തിന് വർക്കുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ദർശനമാല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ബുക്കാണ് ദർശനമാല. മറ്റൊന്നാണ് ആത്മോപദേശ ശതകം എന്നുള്ളത്. ആത്മോപദേശ ശതകവും ഒരു വർക്ക് തന്നെയാണ്. അപ്പൊ ഇതായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. കേരളത്തിലെ തന്നെ ഒരു റിഫോമർ ആയിരുന്നു അയ്യങ്കാളി. ശ്രീനാരായണ ഗുരുവിനോട് സമാന്തരമായ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അയ്യങ്കാളി. 1863 തിരുവനന്തപുരത്തെ വെങ്ങന്നൂരാണ് അദ്ദേഹം ജനിക്കുന്നത്. ഒരു പുലയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പുലയ കുടുംബം എന്ന് പറയുമ്പോൾ SC ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിലാണ് അദ്ദേഹം
ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്നവർ, ദളിതരായിട്ടുള്ളവർ അനുഭവിച്ചിട്ടുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും മറ്റ് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും അനുഭവിച്ചു വന്നിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു അയ്യങ്കാളി. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാർഷിക രംഗത്ത് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് ശീലിച്ചു പോരുന്ന കുറെ ആചാരങ്ങളുണ്ട്, അതിനെതിരെ അദ്ദേഹം പോരാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആന്റി കാസ്റ്റ് മൂവ്മെന്റ്സ്, ജാതീയതയ്ക്കെതിരെ തന്നെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം തുടങ്ങിയിട്ടുള്ള സംഘടനയാണ് സാധുജന പരിപാലന സംഘം ഫോർ ഡിപ്രസ്ഡ് ക്ലാസസ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സമരങ്ങളാണ്, ഒന്ന് കർഷക സമരങ്ങൾ നടത്തുന്നുണ്ട്. 1899 കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം കർഷക സമരങ്ങൾ നടത്തുന്നുണ്ട്. അതായത് കാർഷിക രംഗത്ത് അത് കൃത്യമായിട്ട് കൂലി ലഭിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ഭാഗമായിട്ടൊക്കെ കർഷക സമരങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ദെൻ 1893 അദ്ദേഹം നടത്തിയ ഒരു സമരമാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം എന്ന് പറഞ്ഞാൽ ഈ ചെങ്ങന്നൂർ ഭാഗത്ത് കൂടെ ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാര് നടക്കുന്ന വഴികളിലൂടെയൊന്നും അന്ന് മറ്റ് ജാതിക്കാർക്ക് നടക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രത്യേകിച്ചും പുലയ വിഭാഗത്തിൽപ്പെടുന്നവർക്കൊന്നും ഒട്ടും തന്നെ നടക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് റോഡുകളൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ റോഡുകളിലൂടെ നടക്കാനുള്ള അവകാശം ഈ പുലയ കമ്മ്യൂണിറ്റിക്ക് ഒന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തുന്നത്. എല്ലാവരും പൊതുവായിട്ട് നടക്കാനുള്ള റോഡിലൂടെ ഇദ്ദേഹം വില്ലുവണ്ടിയിലൂടെ കാളകളൊക്കെ കെട്ടിയിട്ട് ഒരു വില്ലുവണ്ടിയുടെ മീത് കയറിയിരുന്ന് വരുന്ന ഒരു ചിത്രമൊക്കെ വളരെ നിങ്ങളെല്ലാം കണ്ടു കാണും. അയ്യങ്കാളി തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് തലയിൽ കെട്ടിയിട്ട് ഈ പുതിയ വസ്ത്രമെല്ലാം ധരിച്ചിട്ട് അത്തരം ഒരു വേഷവിധാനമൊന്നും അന്ന് ഇവർക്ക് അനുവദനീയമല്ല, പുലയ കമ്മ്യൂണിറ്റിക്ക് അനുവദനീയമല്ല. ആ ഒരു കാലഘട്ടത്തിൽ അത്തരത്തില് സോക്കോൾ സവർണ വിഭാഗക്കാർ ധരിച്ചിരുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ അന്നത്തെ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാർ വരികയും സവർണരായിട്ടുള്ള ആൾക്കാർ വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊക്കെ ചെയ്തെങ്കിലും അയ്യങ്കാളിയോട് മുട്ടി നിൽക്കാനുള്ള പേടി അന്നത്തെ സോക്കോൾ സവർണ വിഭാഗത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതൊരു അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച ഒരു സമര രീതിയായിരുന്നു വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. ദെൻ കല്ലുമാല സമരം. ഈ ചാനാർ ഭാഗത്ത് ഈ സ്ത്രീകൾക്ക്, പുലയ ഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് സ്വർണത്തിന്റെ മറ്റ് ആഭരണങ്ങളൊന്നും ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവർ കല്ലുകൊണ്ടുള്ള മാല ആഭരണങ്ങൾ വേണം ധരിക്കാൻ, കല്ലുമാലകളും ഒക്കെയാണ് അവർ ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അനാചാരം, അതായത് കാലാകാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇത് പിന്തുടർന്നു വരുന്ന രീതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ സംഘടിപ്പിക്കുകയും കല്ലുമാലകൾ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്ന ഒരു സമരമായിരുന്നു കല്ലുമാല സമരം. 1915 അദ്ദേഹം വന്ന് നടത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ ഒത്തുകൂടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സമരമായിരുന്നു കല്ലുമാല സമരം. ദെൻ വിദ്യാഭ്യാസത്തിനായിട്ട് അദ്ദേഹം 1914 സമരം നടത്തിയിട്ടുണ്ട്. 1904 ഇദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് ഒരു പാഠശാല തുടങ്ങുന്നുണ്ട്. അതായത് അയ്യങ്കാളിക്ക് അറിയാം അന്നുണ്ടായിരുന്ന പല സ്കൂളുകളിലും ഇത്തരം വിദ്യാർത്ഥികളെ, ദളിത് വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ കയറ്റില്ല എന്നൊക്കെ ഇദ്ദേഹത്തിനാണ്. പുലയ വിഭാഗത്തിൽപ്പെടുന്ന പിള്ളേരെ കയറ്റില്ല എന്ന് ഇദ്ദേഹത്തിനാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ പുലയ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തുടങ്ങിയ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു 1904. അത് തുടങ്ങിയതിന്റെ അന്ന് രാത്രി തന്നെ അവിടെ ഉണ്ടായിരുന്ന സോക്കോൾ സവർണ വിഭാഗക്കാര് അത് കത്തിച്ചു കളയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് 1907 1914 എല്ലാവർക്കും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള തിരുവിതാംകൂറിന്റെ ഉത്തരവൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഉത്തരവിന്റെ ഭാഗമായിട്ട് അയ്യങ്കാളി പഞ്ചമി എന്ന വിദ്യാർത്ഥിയുമായിട്ട് ഒരു പൊതുവിദ്യാലയത്തിലേക്ക് അഡ്മിഷനായിട്ട് ചെല്ലുകയാണ് 1914. അന്നത്തെ അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകന്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന്റെ ഒക്കെ എതിർപ്പ്, അവരൊന്നും ഈ വിദ്യാർത്ഥിനെ പഞ്ചമിനുള്ളിൽ കയറ്റാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ അതിന്റെ ഒരു എതിർപ്പൊന്നും കേൾക്കാതെ അയ്യങ്കാളി ആ വിദ്യാർത്ഥിയെ ആ പാഠശാലയുടെ ഉള്ളിൽ കയറ്റി ഇരുത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പൊ പഞ്ചമി എന്ന് പറഞ്ഞ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ പുലയ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടീനെ അതിന്റെ ഉള്ളിൽ കയറ്റി ഇരുത്തിയതിന്റെ ദേഷ്യത്തില് ആ അധ്യാപകൻ ആ സ്കൂൾ കത്തിച്ചു കളയ തന്നെയാണ് ചെയ്യുന്നത്, ആ ഒരു ക്ലാസ് കത്തിച്ചു കളയ തന്നെയാണ് ചെയ്യുന്നത്.
അപ്പൊ അങ്ങനെയാണ് അവരതിനോട് പ്രതികരിച്ചത്, അയ്യങ്കാളി ചെയ്തതിനെതിരെ. പക്ഷെ എന്നിരുന്നാലും അതൊരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു. ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസത്തിനായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനവും ആണ് വിദ്യാഭ്യാസ സമരത്തിനായിട്ട് അറിയുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അയ്യങ്കാളിയുടെയും ഒരുപാട് കോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് പറയാ, അദ്ദേഹത്തിന്റെ കോട്സില് എന്താ പറയാ, ഞങ്ങളെ സംരക്ഷിക്കാത്ത ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന കോട്സുകളുണ്ട്. ദൈവത്തിനെതിരായിട്ടുള്ള കോട്സുകളുണ്ട്. വിശ്വാസം, അവർക്ക് അതിനകത്ത് വിശ്വാസമില്ലാത്തൊരു വ്യക്തിയായിരുന്നു, ദൈവവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു അയ്യങ്കാളി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊല്ലുമ്പോൾ നോക്കാത്ത ദൈവത്തിനെ ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം, അങ്ങനെ എന്തൊക്കെ ഒരു കോട്ടുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ കാർഷിക രംഗത്തേക്കുമായിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഞങ്ങൾ പാടത്ത് പണി ചെയ്യാൻ ഇറങ്ങില്ല എന്നുള്ള രീതിയിലുള്ള സമര പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അയ്യങ്കാളി. അങ്ങനത്തെ ഒരുപാട് കോട്സ്, അയ്യങ്കാളിയുടെ കോട്സുകൾ കിട്ടും, അത് നിങ്ങൾ നോക്കി വെക്കുക. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതൊക്കെയാണ്. പിന്നെ അപ്പൊ ഇതാണ് ഇവരെ 3 പേരെ കുറിച്ചാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത്. ജ്യോതിബ ഫൂലെ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ഇനി അടുത്തത് മറ്റ് ബാക്ക്വേർഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരുപാട് റിവോൾട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ള എന്തൊക്കെയാണ് മൂവ്മെന്റ്സ് ടു അപ്ലിഫ്റ്റ് വുമൺ, വുമൻസിന്റെ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ളത്. സ്ത്രീകൾ അന്ന് പല രീതിയിലുള്ള അടിമത്തം അനുഭവിച്ചിരുന്നു. അതില് പ്രധാനമായിട്ടും INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വരവോട് കൂടിയിട്ട് സ്ത്രീകൾ കൂടുതലായിട്ടും ഇത്തരം രംഗങ്ങളിലേക്ക്, എന്താ പറയാ, പൊതുകാര്യങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങിയത് വലിയ മാറ്റമായിരുന്നു. സരോജിനി നായിഡു, INCയുടെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആണ് സരോജിനി നായിഡു. അതൊക്കെ അന്നത്തെ ഒരു വലിയ മാറ്റങ്ങൾ തന്നെയായിരുന്നു. 1927 ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് വന്നതും സ്ത്രീകളുടെ മുന്നേറ്റത്തിന്റെ ലക്ഷണമായിരുന്നു. ഹിന്ദു സക്സഷൻ ആക്ട് 1956 വന്നതില് സ്ത്രീകൾക്കും പുരുഷന്മാരോട് പോലെ തന്നെ തുല്യമായിട്ടുള്ള സ്വത്തവകാശം ഉണ്ട് എന്നുള്ളത്. ഹിന്ദു മാരേജ് ആക്ട് 1955, ഇതൊക്കെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ആക്ടുകളാണ്. പിന്നെ സ്ത്രീകളിൽ തന്നെ എന്താ പറയാ, ജാതിപരമായിട്ട് താഴേക്കിടയിൽ കിടക്കുന്ന സ്ത്രീകൾക്ക്, ഉന്നമതിയില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, കാസ്റ്റ്, ഈ ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ജ്യോതിബ ഫൂലെ അതുപോലെ തന്നെ സാവിത്രിബായ് ഫൂലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സോക്കോൾ ലോവർ കാസ്റ്റിൽ പെടുന്ന ആളുകളുടെ നിഴല് വീഴുന്നത് പോലും അശുദ്ധിയായിട്ട് കണക്കാക്കിയ ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. 1932 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ഹരിജൻ സംഘ് രൂപീകരിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയില് ജ്യോതിബ ഫൂലെയുടെ നേതൃത്വത്തിൽ സംഘടനകൾ ഉണ്ടാവുന്നുണ്ട്. BR അംബേദ്കർ ഓൾ ഇന്ത്യ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ ഉണ്ടാക്കുന്നുണ്ട്. BR അംബേദ്കർ ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്റർ ആണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ്. പുറത്തു പോയിട്ട് വിദ്യാഭ്യാസം നേടി, വിദ്യാഭ്യാസത്തിന്റെ ഗുണം കൊണ്ട് ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, തന്റെ ചെറുപ്പകാലങ്ങളിൽ നിന്ന് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഓൾ ഇന്ത്യ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ 1942. അദ്ദേഹത്തിന്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, അങ്ങനത്തെ കുറെ പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ കാസ്റ്റിസത്തിനെ കുറിച്ചുള്ളത്. പിന്നെ വേറെ കുറെ ആൾക്കാർ കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഓൾ ഇന്ത്യ ഡിപ്രസ് ക്ലാസ് അസോസിയേഷൻ 1930. ദെൻ ശ്രീനാരായണ ഗുരുവിന്റെ SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതുപോലെ തന്നെ അയ്യങ്കാളിന്റെ സാധുജന പരിപാലന യോഗം. ഇതൊക്കെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ് ആയിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും. അപ്പോ ഇതൊക്കെയായിരുന്നു സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിലെ പ്രധാനപ്പെട്ട ഈ കാസ്റ്റിസത്തിനെതിരെ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടി നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടവ കുറച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഈ ചില പ്രവർത്തനങ്ങളിലെ ഒരു നെഗറ്റീവ് ആസ്പെക്ട്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുറെയൊക്കെ മിഡിൽ ക്ലാസ്സിനും അതുപോലെ തന്നെ ഒരു അപ്പർ ക്ലാസ്സിനും മാത്രമാണ് പല റിഫോം മൂവ്മെന്റ്സും നടന്നിട്ടുള്ളൂ. സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിന്റെ, അതായത് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ മൊത്തത്തിൽ പറയുമ്പോൾ, ഇപ്പൊ രാജാറാം മോഹൻ റോയുടെ ആര്യ സമാജൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം.
ഈ ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജത്തിലൊക്കെ നമ്മൾ പറഞ്ഞു, അതെന്ന് പറഞ്ഞ് ബാക്ക് ടു വേദാസ് എന്നൊക്കെ പോയി പറഞ്ഞിട്ട് ഉള്ള കുറെ സംഭവങ്ങളായിരുന്നു അല്ലെ. അപ്പൊ ഇതിൽ പലതിലും എന്താ പറയുക, ഒരു അർബൻ മിഡിൽ ക്ലാസ്സിനെ മാത്രമാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. പിന്നെ മറ്റൊരു ഇതിന്റെ നെഗറ്റീവ് വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദി പാസ്റ്റ്, അതായത് ഇന്ത്യയുടെ ഒരു കഴിഞ്ഞു പോയ ഏൻഷ്യന്റ് കാലഘട്ടത്തിന്, പ്രാചീന കാലഘട്ടത്തിന് ആവശ്യമില്ലാതെ ഗ്ലോറിഫൈ ചെയ്തിട്ട് അതിന്റെ ഒരു പിൻപറ്റി മാത്രം ജീവിക്കുന്ന ഒരു രീതിയാണ് നമ്മളിതിന്റെ ഏറ്റവും നെഗറ്റീവ് ആസ്പെക്ട് ആയിട്ട് കാണാം. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ പലരും വീടുകളൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഞങ്ങൾ പണ്ട് ഇത്രയും ആഡിത്യത്തോടു കൂടി ജീവിച്ചിരുന്നവരാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ആൾക്കാരെ കാണാറ്. അതേ ഒരു സംഭവം തന്നെയാണ് ഇന്ത്യയുടെ ഒരു അനാവശ്യമായിട്ട് പാസ്റ്റിനെ ഗ്ലോറിഫൈ ചെയ്ത് ആ ഒരു പൊങ്ങച്ചത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു ഗോൾഡൻ ഏജ് ഉണ്ടാക്കിയെടുക്കുക, ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹം ഇതിനെ പിൻപറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഇതിന്റെ വലിയൊരു നെഗറ്റീവ് ആയിരുന്നു സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സിന്റെ. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതിന് ഉണ്ടായിട്ടുണ്ട്. ഒരു നെഗറ്റീവ് ആസ്പെക്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ചിലപ്പോൾ നമുക്കൊരു ചോദ്യം വരാം, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദി സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എഴുതേണ്ട 2 പോയിന്റ്സ് ആണിത്. ഇതിനെ നമുക്ക് ഇലാബറേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് കുറച്ചൊരു ചരിത്രബോധം ഉണ്ടായി കഴിഞ്ഞാൽ എഴുതാൻ പറ്റും ചെയ്യും. അപ്പൊ അതൊരു ചോദ്യമായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യാനുള്ളത്. 3 വ്യക്തികളെ കുറിച്ച്, ജ്യോതിബ ഫൂലെ, നാരായണ ഗുരു, അയ്യങ്കാളി, ഇത് 3 ആണുള്ളത്. ഓക്കെ, താങ്ക് യു.